നമസ്കാരം. ഈ ബജറ്റിനിടയിൽ മനോരമയ്ക്ക് കിട്ടിയ ഒരു 8ന്റെ പണി കാണുന്നു. ബജറ്റ് പ്രഖ്യാപനം വന്നതിന് പിന്നാലെ അവർ ഓൺലൈനിൽ ഒരു റിവ്യൂ ആരംഭിച്ചു. അതായത് ബജറ്റിനെ സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് പ്രതികരിക്കാമെന്ന നിലയ്ക്ക് അതിലവർ 3 ഓപ്ഷനും കൊടുത്തിരുന്നു. കേരള ബജറ്റിന് മാർക്കിടാം, ധനമന്ത്രിയുടെ ചിത്രം വച്ചതിന് ശേഷം ആ വോട്ടിങ്ങിന് വേണ്ടി മികച്ചത്, മോശം, ശരാശരി, ഇതാണ് 3 ഓപ്ഷനും കൊടുത്തിരുന്നത്. 87% മികച്ചത് എന്നുള്ള ഒരു അഭിപ്രായത്തിലേക്ക് ബജറ്റിൽ പോസിറ്റീവ് റെസ്പോൺസ് വന്ന ഉടനെ മനോരമ ആ ഒരു വോട്ടിംഗ് അങ്ങ് മുക്കി. ഒന്ന് ആലോചിക്കണേ. അതായത് എങ്ങനെയൊക്കെ UDF അനുകൂലമായിട്ടുള്ള തരംഗം ഉണ്ടാക്കാം, കോൺഗ്രസ്സുകാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വ്യൂവർഷിപ്പും ഓൺലൈൻ വ്യൂവർഷിപ്പ് പെട്ടെന്ന് കൂടാം, പോളിന് വേണ്ടി ആൾക്കാർ കൂടുന്ന സന്ദർഭത്തിൽ മനോരമയ്ക്ക് മികച്ച നേട്ടവും ഒപ്പം കോൺഗ്രസിന് ഒരു ആനുകൂല്യവും ഉണ്ടാക്കി കൊടുക്കാമെന്നുള്ള നിലയ്ക്കാണ് പോളിംഗ് ആരംഭിച്ചത്. എന്ത് വേണം? സത്യസന്ധമായിട്ട് ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങിയപ്പോൾ മനോരമ തന്നെ ആ പോളും പൂട്ടി കണ്ടം വഴി ഓടുന്ന സാഹചര്യത്തിലെത്തിയിട്ടുണ്ട്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ ഇതിനിടയിൽ കൂടി സംഭവിച്ചത് നാട്ടുകാർ അറിയേണ്ടതുണ്ട്. ബജറ്റ് പുറത്തേക്ക് വന്നപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ അതിനെ സംബന്ധിച്ച് കുറ്റം പറയാനായിട്ട് അദ്ദേഹത്തിന് കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയുന്നില്ല. സർവതല സ്പർശിയായിട്ടുള്ള ഒരു ബജറ്റ് അവതരിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് അതിനെ കുറ്റം പറയാൻ പറ്റാതെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സൈബർ അണികളെ അണിനിരത്തിക്കൊണ്ട് ഞങ്ങളുടെ ഈ മുഴുവൻ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് മനോഭാവമുള്ളവർ എന്ന നിലയ്ക്കാണ് ബജറ്റ് കേട്ടവരുടെ നെഗറ്റീവ് റിവ്യൂ ഉണ്ടാക്കണമെങ്കിൽ നെഗറ്റീവ് പോൾ ഉണ്ടാക്കാൻ വേണ്ടി മനോരമ ശ്രമിച്ചത്. മികച്ചത് 87% ക്രോസ് ചെയ്തപ്പോൾ മനോരമയ്ക്ക് അപകടം മണത്തു. ആ സന്ദർഭത്തിൽ പോലും ഈ ശരാശരി എന്നുള്ളത് 2.8%, മോശം എന്നുള്ളത് 9.8% മാത്രം എത്തുകയും 87% മുകളിലേക്ക് ബജറ്റ് മികച്ചതാണെന്നുള്ള അഭിപ്രായം വന്നപ്പോൾ ഇത് ആർക്കനുകൂലമാകും? സർക്കാരിന് അനുകൂലമാകാൻ പോകുന്നു. മനോരമ ചെയ്ത പോൾ പോലും ബജറ്റിന് അനുകൂലമായിട്ടുള്ള പ്രതികരണം ഉണ്ടാകുന്നു, പോൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അതിനോളം പോസിറ്റീവ് വേറെ ഉണ്ടോ? അപ്പോൾ എന്ത് ചെയ്യണം? നിൽക്കക്കള്ളിയില്ലാതെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് മുക്കി കണ്ടം വഴി ഓടണം. മാമൻ മാപ്പിള കുഴി കിടക്കുന്ന ആളെ വീണ്ടും വീണ്ടും തുമ്മിക്കാൻ വേണ്ടി മനോരമ നടത്തുന്ന ഓരോ പ്രതികരണങ്ങൾ എങ്ങനെയാണ് ജനം പൊളിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. ഇടതുപക്ഷത്തിനെതിരെ നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ സ്വരൂപിക്കാൻ മനോരമ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് പോലും പോസിറ്റീവ് അഭിപ്രായം കിട്ടുന്നുണ്ടെങ്കിൽ എന്താണ് ഈ സർക്കാർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള പൊതുജന അഭിപ്രായമെന്ന് അവിടെ തെളിഞ്ഞതോടുകൂടി കണ്ടം വഴി ഓടുക എന്നുള്ളതല്ലാതെ മാമൻ മാപ്പിളയുടെ പിന്തുണക്കാർക്ക് വേറെ വഴിയില്ലായിരുന്നു. അതുകൊണ്ടാണ് പോളിംഗ് അവർ മുക്കിയത്. അല്ലെങ്കിൽ ആ പോളിംഗിൽ ശരാശരി അവർ പുറത്ത് കാണിച്ചുകൊണ്ട് മനോരമയ്ക്ക് മാധ്യമ പ്രവർത്തന മേഖലയിൽ സത്യസന്ധയുണ്ടായിരുന്നെങ്കിൽ സർക്കാരിൻ്റെ ബജറ്റിന് വൻ ജനപിന്തുണ എന്ന ഒരു കാർഡ് അടിച്ചിറക്കി അവർ അന്തസ് കാട്ടിയത്. അതിനു പകരം അത് മുക്കിയതിന് ശേഷം ഒന്നും അറിയാത്തതുപോലെ ചത്തതുപോലെ കിടക്കുകയാണ്.